കർമ്മങ്ങൾ ഹിതകരമാണോ എന്ന് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? വലിയ വിഷമാണോ? വലിയ പ്രയാസം. എങ്കിലും സാമാന്യമായ യുക്തി കൊണ്ടും സാമാന്യമായ ശാസ്ത്രാവബോധം കൊണ്ടും തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളെ കൊണ്ടും പൊതുവെ ഹിതമാണോ എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ആ ഹിതത്തിൽ തന്നെ വ്യക്തിഹിതം, സമാജഹിതം എന്നിവ രണ്ടും വിരുദ്ധമായി വന്നാൽ പ്രശ്നമാണ്. അങ്ങനെയാവുമ്പോൾ ചിലയിടത്ത് സമാജഹിതം സ്വീകരിക്കേണ്ടി വരും, ചിലയിടത്ത് വ്യക്തിഹിതം സ്വീകരിക്കേണ്ടി വരും. മൊത്തം സമൂഹത്തിന് ദോഷകരമായത് പ്രവർത്തിക്കുന്ന സമാജത്തിനുള്ളിൽ സമാജഹിതമല്ല നോക്കേണ്ടത്. ഒന്നുകൂടി പറയാം, മൊത്തം സമൂഹത്തിന് ദോഷകരമായത് പ്രവർത്തിക്കുന്ന സമാജത്തിനുള്ളിൽ സമാജഹിതമല്ല നോക്കേണ്ടത്. വലിയ പ്രശ്നമാണ്, എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഗഹന കർമ്മണോത്. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനാട്ടോ, മനസ്സിലാക്കാൻ ഒട്ടും എളുപ്പമല്ല എന്ന് പറയുക. ഒരാൾക്ക് ഹിതകരമായാലും മറ്റൊരാൾക്ക് ഹിതകരമാകണമെന്നില്ലല്ലോ. ഇല്ല, അത് ഞാൻ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്.